ഭാരതീയ റെയിൽവേയിലെ ലോക്കോ പൈലറ്റ്സിൻ്റെ ഒരു പ്രസ്ഥാനമായ സംഘബന്ധു വൈഭവ് ഭാരതിയുടെ രണ്ടാമത് പുത്തുസഭയും ശ്രേഷ്ഠ വന്ദനവുമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ശ്രീ രമേശ് കുമാർജി, വേദിയിൽ ഉപസ്ഥിതനായിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ വിജയകുമാർജി, ശ്രീ കൃഷ്ണകുമാർജി, ശ്രീ ജയരാജി, വേദിയിൽ ഇനിയും വിശിഷ്ടാതിഥികൾ MLA ഉൾപ്പെടെ എത്തിച്ചേരാനുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് എല്ലാവിധ തിരക്കുകൾക്കിടയിലും ഇത്തരമൊരു മഹത്തായ കൂട്ടായ്മയുടെ ഭാഗമായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഈ സംഘടനയുടെ ആരംഭത്തെയും വളർച്ചയെയും അതിൻ്റെ വികാസത്തെയും ഇതപര്യന്തം ഈ സംഘടന നടത്തിയ പ്രവർത്തനങ്ങളുടെയുമെല്ലാം ഒരു സംക്ഷിപ്ത വിവരണം മനസ്സിലാക്കിയപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രസ്ഥാനമാണ് ഇത് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമായി. എന്തിനാണ് സംഘടന എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ പുറകിലുള്ള ഒരു ചിത്രമുണ്ട്. ശ്രീ നാരായണ ഗുരുദേവന്റെ ഒരു ചിത്രം. അവിടുന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സംഘടിച്ച് ശക്തരാവുക, വിദ്യ നേടി പ്രബുദ്ധരാവുക എന്നുള്ളതാണ്. പക്ഷേ സംഘടിച്ച് ശക്തരാവുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് ഗുരുദേവന് തന്നെ ബോധ്യമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. SNDP യോഗത്തിൻ്റെയൊക്കെ മുന്നോടിയായി അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തുന്നതിന് മുന്നോടിയായി ഒരു യോഗം, ഒരു വാവൂട്ട് യോഗം പ്രതിഷ്ഠാ നിർവഹണത്തിന് വേണ്ടി വിളിച്ചുകൂട്ടാൻ വേണ്ടി പൗരപ്രമുഖരുടെ യോഗം നാരായണ ഗുരുസ്വാമി വിളിച്ചുകൂട്ടുകയുണ്ട്. അതിൽ പങ്കെടുത്ത എല്ലാവരും ഒന്ന് പേരെഴുതി ഒപ്പിടാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്ന എല്ലാ പ്രമുഖന്മാരും മത്സരമായി. എനിക്ക് ആദ്യം ഒപ്പിടണം എന്നായിരുന്നു മത്സരം. അങ്ങനെ ഓരോരുത്തരും ഫസ്റ്റ് ഒപ്പ് എനക്ക് ഇടണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ തർക്കമായി. അപ്പോൾ ഗുരുദേവൻ അതിനൊരു പരിഹാരമായ അവസാനം നിർദ്ദേശിച്ചത് നമുക്ക് വട്ടത്തിൽ ഒപ്പിടാൻ എന്നാണ്. അങ്ങനെ ആ വാവൂട്ട് യോഗത്തിന്റെ ആദ്യത്തെ മിനിറ്റ്സിൽ പങ്കെടുത്ത എല്ലാവരും വൃത്താകൃതിയിലാണ് ഒപ്പിട്ടത് എന്ന ഒരു സംഭവമുണ്ട്. അതായത് ഒരു സംഘടന ഉണ്ടാക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന ആളുകൾ അവരുടെ താൻപ്രമാണിത്വവും അവരുടെ ഈഗോയുമെല്ലാം മുടച്ചു നിൽക്കുകയും അത് സംഘടനയുടെ മുന്നോട്ടേക്കുള്ള പ്രവർത്തനത്തെ വല്ലാതെ ശോഷിപ്പിക്കുകയും ദുർബലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് നേരിട്ട് കണ്ട സ്വാമിജിയാണ്. സംഘടിച്ച് ശക്തരാവുക, വിദ്യ നേടി പ്രബുദ്ധരാവുക എന്ന് പറയുമ്പോൾ വെറുതെ ശക്തരായാൽ പോരാ, വിദ്യയും കൂടി നേടണം എന്ന് പറഞ്ഞു. എന്നിട്ട് പ്രബുദ്ധരാവണം. അപ്പൊ ഏതായാലും
ഈ ഒരു പ്രസ്ഥാനം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് ഞാൻ പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ, സംഘടന ഉണ്ടാകുമ്പോൾ ആദ്യം അത് അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പറയുക. തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട്, തങ്ങൾക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ തരേണ്ടതുണ്ട് എന്ന് ഉറക്കെ ആവശ്യപ്പെടുകയും അവകാശങ്ങളെക്കുറിച്ച് അതിശക്തമായി വാദിക്കുകയും അത് നേടാൻ വേണ്ടിയിട്ട് സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ്, ഏത് വിഭാഗത്തിനു വേണ്ടിയാണോ സംഘടന ഉണ്ടാകുന്നത് ആ വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സംഘടന എന്നതാണ് പൊതുവെയുള്ള ഒരു സ്ഥിതി. പക്ഷെ ഞാനിവിടെ കണ്ട ഒരു കാര്യം, കേട്ട ഒരു കാര്യം, ആ ഒരു കാര്യത്തോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ഉയർന്ന നിലയിൽ നമ്മുടെ ഈ സമൂഹത്തെക്കുറിച്ച്, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച്, സംസ്കൃതിയെക്കുറിച്ച്, സഹജീവികളെക്കുറിച്ചെല്ലാം ചിന്തിക്കുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള കുറവുകളെയും വിഷമങ്ങളെയും പരിഹരിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്, ധർമ്മമാണ്. ഉള്ളൂർ പറഞ്ഞതുപോലെ തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കുതിക്കും തതോ നിധിക്കെന്തൊരു ചാരിതാർത്ഥ്യം എന്ന് കവി പറയുന്നുണ്ട്. അങ്ങനെ താൻ തൻ്റെ കാര്യം മാത്രം ചിന്തിക്കുക, തൻ്റെ ഉയർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, തൻ്റെ കൂടെയുള്ളവരുടെ ഉയർച്ചയെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന സ്വാർത്ഥതയ്ക്ക് പകരം വ്യഷ്ടി എന്നതിൽ നിന്ന്, വ്യക്തി എന്നതിൽ നിന്ന് സമഷ്ടിയിലേക്ക്, സമൂഹത്തിലേക്ക് തൻ്റെ കാഴ്ചപ്പാടുകളെ വികസിപ്പിക്കുക, തൻ്റെ ചിന്തകളെ പടർത്തുക എന്നതിൻ്റെ ഭാഗമായാണ് ഈ സംഘടന അതിൻ്റെ ബീജാധാനം തൊട്ട് പ്രവർത്തിച്ചത് എന്ന വളരെ ചാരിതാർത്ഥ്യജനകമായ, അഭിമാനകരമായ, അഭിനന്ദനകരമായ കാര്യം ഇവിടെ എടുത്തു പറയുകയാണ്. സേവാപ്രവർത്തനത്തിന്റെ മറുവാക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന, സേവന പ്രവർത്തനത്തിന്റെ ആൾരൂപം എന്ന് പറയാവുന്ന സേവാഭാരതിയുടെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യകർത്താ വേദിയിലുണ്ട്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യം, രണ്ട് കാര്യങ്ങളാണ് ഈ രാഷ്ട്രത്തെ ഉയർച്ചയിലേക്ക് എത്തിച്ചത് പൂർവ്വകാലത്ത്. അതിലൊന്ന് ത്യാഗമാണ്, രണ്ടാമത്തത് സേവനമാണ്. ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ ഈ ത്യാഗവും സേവനവും കരുത്തോടുകൂടി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായ സന്ദർഭത്തിലാണ് ഈ രാഷ്ട്രം ഏറ്റവും ഉച്ചസ്ഥായിയിൽ ഉയർന്ന് പറന്നത്. എപ്പോഴാണോ ഈ രണ്ട് മൂല്യങ്ങൾ, രണ്ട് ആദർശങ്ങൾ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് ദുർബലമാവുകയോ കൈയൊഴുകുകയോ ചെയ്തത്, അത്തരം സന്ദർഭത്തിലാണ് നമ്മുടെ രാഷ്ട്രവും, നമ്മുടെ ധർമ്മവും, നമ്മുടെ സമൂഹവും, നമ്മുടെ സംസ്കൃതിയുമെല്ലാം അധഃപതനത്തിലേക്ക് താഴ്ന്നു പോയത്. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രം വീണ്ടും പുനരാനയിക്കപ്പെടണമെങ്കിൽ, പൂർവ്വകാലത്തെന്നതുപോലെ കരുത്താർജിക്കണമെങ്കിൽ, ഉയരണമെങ്കിൽ, വളരണമെങ്കിൽ, ജഗദംബയെ പോലെ വിരാജിക്കണമെങ്കിൽ നാം കൈവിട്ടുപോയ നമ്മുടെ ആ രണ്ട് മൂല്യങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നത് വളരെ പ്രധാനമാണ്. അത് രണ്ട് ത്യാഗവും സേവനവുമാണ്. ഇത് നമ്മുടെ വ്യക്തി എന്നുള്ള നിലക്കും സമൂഹം എന്നുള്ള നിലക്കും നമ്മുടെ ജീവിതത്തിന്റെ ആദർശമായി മാറിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ, വളരാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്വാമി പറയുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിൽ പറയുകയുണ്ടായി, എപ്പോഴാണ് നമ്മൾ ജീവിക്കുന്നു എന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി.
മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുണ്ടായി. സ്വന്തം കാര്യം ചിന്താവാതെ അവനവനിസം, പല ഇസങ്ങളുണ്ട്, കമ്മ്യൂണിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, ഗാന്ധിസം ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഇസമാണ് അവനവനിസം എന്ന് പറയുന്നത്. സ്വന്തം കാര്യം ചിന്താവാതെ അതുമായി തന്നെ ജീവിക്കുകയാണ് ഞാനും എൻ്റെ കുട്ടികളും എൻ്റെ തട്ടാനും എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ ഇത്തിരി വട്ടം മാത്രം കാണുകയും ഇത്തിരി വട്ടം ചിന്തിക്കുകയും ചെയ്യുന്ന വൈലോപ്പിള്ളിയുടെ ഒരു വാക്കാണ്. ഒരു ഭാവവുമായി ഒരാൾ ജീവിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ എത്ര ജീവിച്ചാലും എത്ര മുതിർന്നാലും അയാൾ ജീവിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് മീശയുണ്ടാവും, വലിയ ആളാന്ന് തെളിയിക്കാനുള്ള ഒരു അടയാളം മീശയാണ്, പിന്നെ നല്ലൊരു തടിമാടനായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകളും മുതിർന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ. അതുകൊണ്ട് അത്തരം ആളുകളെ അദ്ദേഹം പരിഹസിച്ചുകൊണ്ട് വിളിച്ചത് അവര് മീശ വന്ന കുട്ടികളാണ് എന്നാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറാകാത്തവർ മീശ വന്ന കുട്ടികളാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മീശ വന്ന കുട്ടികളാകാതെ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യേണ്ടത് തൻ്റെ ധർമ്മമാണ്, തൻ്റെ കർമ്മത്തിൻ്റെ മർമ്മമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സൈദ്ധാന്തിക ഭൂമിക, ആശയപരമായ അടിത്തറ രൂപപ്പെടുത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. എന്താണ് ഭാരതീയത, എന്താണ് ഹിന്ദു ധർമ്മം, അതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ എന്നതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വികല്പങ്ങളും ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഹിന്ദു എന്നത് നമ്മുടെ സനാതനധർമ്മം എന്നതിൻ്റെ അതിൻ്റെ ആശയം, അതിൻ്റെ ധാർമ്മിക പാഠങ്ങൾ അതിൻ്റെ മഹാഗ്രന്ഥങ്ങളിൽ ഉദ്ഘോഷിക്കപ്പെടുന്നു. ഈശാവാസ്യോപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്തിൽ ഈ ഭൂമിയെ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അതിൻ്റെ സങ്കല്പം, ഇതിൽ ജീവിക്കുന്ന മനുഷ്യർ, അവരുടെ ദൗത്യം, അവരുടെ ധർമ്മം എന്നിവയെ കാച്ചിക്കുറുക്കി ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ്റെയാണ്. ഈശാവാസ്യമിതം സർവം. നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിന് പ്രേരണയുണ്ടാകും. പ്രകൃഷ്ടേനയുള്ള ഈരണ എന്നാണ് പ്രേരണ എന്ന വാക്കിന്റെ അർത്ഥം. വേണ്ടതുപോലെ പറഞ്ഞേക്കൽ എന്നാണ്. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ പ്രേരണ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനയക്കണം. അപ്പൊ ഇതെല്ലാം ഈശ്വരനാണ്. ഈ പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ്റെയാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരന് വേണ്ടി ചെയ്യുക. നേരത്തെ ഇവിടെ മാനവ സേവ, മാധവ സേവ എന്ന ഒരു കാര്യം പറയുണ്ടായി. അതും സ്വാമിജി പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, കാലഘട്ടത്തിന്റെ പ്രയാണത്തിനിടയിൽ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലെ മുന്നേറ്റത്തിനിടയിൽ നമ്മുടെ സമൂഹം, സമാജം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ ചില ആപ്തവാക്യങ്ങളെയും മൂല്യദർശനങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാതൃദേവോഭവ എന്നത് അത്തരമൊരു മൂല്യവത്തായ ആപ്തവാക്യമാണ്. പിതൃദേവോഭവ എന്നത് നമ്മൾ പിന്നീടൊരു ആപ്തവാക്യം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ കൂട്ടിച്ചേർത്താണ്. പുറത്തു നിന്നൊക്കെ ആളുകൾ വരാൻ തുടങ്ങിയപ്പോൾ അതിഥി ദേവോഭവ എന്ന് പറഞ്ഞു. തിഥി പറയാതെ വരുന്നയാളാണ്, മുൻകൂട്ടി പറയാതെ വരുന്നയാളാണ് അതിഥി എന്ന് പറയുന്നത്. ആചാര്യ ദേവോഭവ എന്നും നമ്മൾ പറയും. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യ ആദർശങ്ങളും ആപ്തവാക്യങ്ങളുമാണ്. അതൊക്കെ നിലനിൽക്കേണ്ടതാണ് എന്നതോടൊപ്പം തന്നെ വർത്തമാന കാലഘട്ടത്തിലെ പതിതാവസ്ഥയിലും ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ കണ്ടും നമുക്കതിൻ്റെ കൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ആപ്തവാക്യം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശമായി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നും അത് ദരിദ്ര ദേവോഭവ എന്നതാണ് എന്നും അദ്ദേഹം പറയുന്നു. അപ്പൊ അതുകൊണ്ട് ആരാണ് ഈശ്വരൻ എന്നതിനെ സംബന്ധിച്ച് ഈശ്വരൻ പാവപ്പെട്ടവനാണ്, ദരിദ്രനാണ് എന്നാണ്. ഈ കാഴ്ചപ്പാട്
എവിടെ നിന്നാണ് വരുന്നത്? അതാണ് നേരത്തെ പറഞ്ഞ ഈശാവാസ്യമിതം സർവം യത്തിൻ ജഗത്യം ജഗത് തേന തെറ്റേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം എന്നാണ് ആ ശ്ലോകം. അപ്പൊ അതിലെ ഒരു ചോദ്യം അതിലുണ്ട്. കസ്യ സിദ്ധനം എന്നുള്ളതാണ്. ആരുടേതാകുന്നു ധനം എന്നുള്ളതാണ് ചോദ്യം. ഈ സമ്പത്ത് ആരുടേതാണ് എന്നാണ് ചോദ്യം. നമുക്കുള്ളതും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ഈ സമ്പത്ത് ആരുടേതാണ് എന്നാണ് ചോദ്യം. അത് മൗലികമായൊരു ചോദ്യമാണ്. ഹിന്ദു എക്കണോമിക്സ് ഏറ്റവും അടിസ്ഥാനപരമായി പറയുന്ന ആ ചോദ്യം, അതിൻ്റെ ഉത്തരമായിട്ടാണ് കസ്യ സിദ്ധനം എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നത്. ഈശ്വരൻ്റെതാണ് എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാഴ്ചപ്പാട്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ സമ്പത്ത് ഉപയോഗിക്കേണ്ടത് എന്നതിൻ്റെ പ്രായോഗികമായ വേദാന്തത്തിന്റെ മാർഗദർശനവും അതിൽ തന്നെ ഉണ്ട്. അതിതാണ് തേന തെക്തേന ഭുഞ്ചീത എന്നതാണ്. ത്യജിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൊടുത്തു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഉപയോഗിക്കുക എന്നതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. നമ്മുടെ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ചിന്തിക്കുക ഉപയോഗിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് കൊടുക്കുക എന്നതാണ്. നേരെ തിരിച്ചാണ് ഇവിടെ പറയുന്നത്. വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നടപ്പാക്കാൻ. ത്യജിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഉപയോഗിക്കുക. തേന തെക്തേന ഭുഞ്ചീത എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് കൊടുക്കുക എന്നുള്ളത് അതാണ്. കൊടുക്കുന്ന കൈയാണ് മുകളിലുണ്ടാവുക, വാങ്ങുന്ന കൈ താഴെ ഉണ്ടാവുക എന്നുള്ളത് പറയും. ഉത്തമമായത് കൊടുക്കലാണ് എന്ന് പറയും. അതുകൊണ്ട് 100 കൈ കൊണ്ട് എടുത്ത് 1000 കൈ കൊണ്ട് കൊടുക്കുക എന്നാണ് നമ്മുടെ വേദങ്ങൾ പറയുന്നത്. ശതഹസ്തേന വികരണാനി സഹസ്രഹസ്തേന വികർഷണാനി എന്ന് പറയാം. 100 കൈ കൊണ്ട് എടുത്ത് 1000 കൈ കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ്. പണ്ട് ആശ്രമം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പല ആശ്രമ വ്യവസ്ഥകളുണ്ട്. ആ കൂട്ടത്തിലൊന്ന് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ 4ആയി തിരിച്ചത് ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്ന് തിരിച്ചിട്ടുണ്ടാകും. അതിൽ ഈ ബ്രഹ്മചാരികളായ ആളുകൾ വിദ്യാർത്ഥികളാണ്. അവര് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യണ്ട, അവർ പഠിക്കുകയില്ല. അവര് യാചിച്ച് പഠിക്കുകയൊക്കെ ചെയ്യും. ശങ്കരാചാര്യരുടെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ബ്രഹ്മചര്യം എന്നുള്ളതാണ് ഒരാശ്രമം. വാനപ്രസ്ഥികൾ എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയം. പക്ഷേ ഇവിടെ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പലരും ഊർജ്ജസ്വലമായത് എന്നുള്ളത് ഈ സംഘടനയുടെ സാരഥികളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കി. കുറച്ചും കൂടി അവർ വിശ്രമ ജീവിതത്തിലാണ് അവിശ്രമ പ്രവർത്തനം നടത്തുന്നതെന്ന് കുറച്ചും കൂടി സൗകര്യം അപ്പോഴാണല്ലോ. അപ്പോൾ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാട്ടിൽ പോകാന്നൊക്കെ പറഞ്ഞാൽ കാട്ടിലെന്നല്ല, കുറച്ച് റെസ്റ്റ് എടുക്കുക, കാര്യങ്ങളൊക്കെ നോക്കി മാർഗദർശനമൊക്കെ നടത്തി എന്ന് വാനപ്രസ്ഥം. പിന്നെ സന്യാസം എന്ന് പറഞ്ഞാൽ എല്ലാ സുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ബ്രഹ്മത്തെ പ്രതി ജീവിക്കുന്നു സന്യാസം എന്നുള്ളത്. അതിൽ വാനപ്രസ്ഥികൾ അധ്വാനിക്കണ്ട, അവർ ജോലിക്കൊന്നും പോയില്ല. സന്യാസമാര് തീരെ അധ്വാനിക്കില്ല, ജോലിക്ക് പോയില്ല. അപ്പൊ 4 ആശ്രമ വ്യവസ്ഥയിൽ 3 ആശ്രമത്തിൽ കഴിയുന്നവരും പണിയെടുക്കില്ല. ആകെ ജോലി ചെയ്യുന്നത് ഗൃഹസ്ഥാശ്രമികളാണ്. ഗൃഹസ്ഥാശ്രമികൾ ജോലി ചെയ്ത് തങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നതോടൊപ്പം തന്നെ മറ്റ് 3 ആശ്രമത്തിലുള്ള ആളുകളെയും പോറ്റേണ്ട ചുമതലയും കൂടി അവർക്കാണ്. അവർ ബ്രഹ്മചാരികളെ നോക്കണം, അവർ വാനപ്രസ്ഥികളെ നോക്കണം, അവർ സന്യാസികളെ നോക്കണം, അവരവരുടെ കുടുംബത്തെയും നോക്കണം. അങ്ങനെ വരുന്ന സമയത്ത് അവർ നന്നായി അധ്വാനിക്കണം, നന്നായി സമ്പാദിച്ച് നല്ലതുപോലെ കൊടുക്കണം എന്നുള്ള ഒരു പ്രത്യേകത ആ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ്
ഈ തേനത്തെത്തേന പുഞ്ചീര എന്ന് പറഞ്ഞാൽ എടുക്കുന്നത് പോലെ തന്നെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കേണ്ടുന്ന ഒരു ചുമതല നമ്മുടെ സമൂഹത്തിൽ വരുന്നു. അതുകൊണ്ട് ആരുടേതാകുന്നു ധനം എന്നതിന് നമ്മൾ സാധാരണ ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് പണം, ഇത് എൻ്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ്, ഈ പറമ്പ് എൻ്റെ അച്ഛൻ എനിക്ക് എഴുതി തന്നതാണ്, അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും ഇത് എൻ്റെതാണെന്ന് വിചാരിക്കുമ്പോൾ ആ മമത്വത്തിനപ്പുറത്തേക്ക് ഒരു തലവും തത്വമുണ്ട് എന്നാണ്. രാമകൃഷ്ണ പരമഹംസർ സാറ് ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരോട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അമൃത ഭാഷണത്തിനിടയിൽ പറയുണ്ടായി, ദൈവം 2 തവണയാണ് ചിരിക്കുക എന്ന് അദ്ദേഹം പറയുന്നത്. ദൈവം എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കില്ല, വളരെ ദുർലഭമായ ദൈവം ചിരിക്കും. അതിലൊന്ന്, ചിലപ്പോൾ ചില ഡോക്ടർമാർ പറയും, ഡോക്ടർമാരോടൊക്കെ പോയാൽ നമ്മൾ അസുഖമായിട്ട് പോയാൽ ഡോക്ടർമാർ പറയും ഒന്നും പ്രശ്നമില്ല ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചില ഡോക്ടർമാർ ഒറ്റ ഇഞ്ചക്ഷന് ശരിയാക്കുന്ന ഡോക്ടർമാരുണ്ട്. ശരിയാക്കുക എന്ന് ഞാൻ നല്ല അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പം അങ്ങനെ അപ്പോൾ ദൈവം ചിരിക്കുന്നതാണ് രാമകൃഷ്ണൻ. കാരണം ഈ ഡോക്ടർമാർക്ക് സൂക്കേട് വന്നാൽ, ഡോക്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഈ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞാണ് ഡോക്ടർമാർക്ക് സൂക്കേട് വന്നാൽ എങ്ങനെ മാറുന്നു? അങ്ങനെയാണെങ്കിൽ ഒരു 150 വയസ്സുള്ള ഡോക്ടറുടെ ഉണ്ടാണ്ട്, അല്ലെങ്കിൽ 100 വയസ്സുള്ള ഡോക്ടർ ഉണ്ടാണ്ട്, 90 വയസ്സ് കഴിഞ്ഞ് ഏതെങ്കിലും ഡോക്ടറുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കണ്ടേ? ഇല്ല, അവരും മരിക്കുന്നുണ്ട്, അവർക്ക് സൂക്കേട് വരുന്നുണ്ട്. എന്നാൽ സ്വയം ചികിത്സിക്കുകയോ ഡോക്ടർമാർ പരസ്പരം ചികിത്സിക്കുകയോ എന്നിട്ട് സൂക്കേട് മാറ്റുകയോ ചെയ്യുന്നുണ്ടോ? ചെയ്യാനാവുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാ അസുഖവും ഞാൻ മാറ്റിത്തരുമെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ ദൈവം ചിരിക്കും. അദ്ദേഹത്തിന് അറിയാം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതാണ് ദൈവം ചിരിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത് ദൈവം ചിരിക്കുന്ന അദ്ദേഹം പറയുന്നത്, ചില ആളുകൾ ഇവിടെ നിന്നിട്ട് പറയണം ഇതെൻ്റെ പറമ്പാണ് എന്ന് പറയും. അപ്പോൾ ദൈവം കുടുകൂടാ ചിരിക്കുന്ന മടരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് 1000 കൊല്ലം മുമ്പ് ഒരാൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ പറമ്പാണ്. 500 കൊല്ലം മുമ്പ് ഇവിടെ നിന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് ഇതേ പറമ്പ് എൻ്റെ പറമ്പാണ് പറഞ്ഞിട്ടുണ്ട്. 100 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ പറമ്പാണ്. 50 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ പറമ്പാണ്. 25 കൊല്ലം മുമ്പ് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഇതെൻ്റെ പറമ്പാണ്. ഈ പറഞ്ഞ ആളുകളെല്ലാം ഇവിടെ പോയി, പറമ്പ് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അതാണ് ദൈവം ചിരിക്കുന്നത്. ഇതൊക്കെ ഒരു മിഥ്യയായ വൃഥ അവകാശവാദങ്ങളാണ് എന്ന് ഇതെല്ലാം കാണുന്ന ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇതെൻ്റേതാണ് എന്ന് നമ്മൾ പറയുന്ന പലതും നമ്മുടേതല്ല, എൻ്റേതല്ല. അത് കേവലം വ്യാമോഹങ്ങളോ ഭ്രമകൽപ്പനകളോ മായാവാദങ്ങളോ ആണ് എന്ന് അറിയാം. അതുകൊണ്ടാണ് ദൈവം ചിരിക്കുന്നതെന്നാണ് രാമകൃഷ്ണ പരമഹംസർ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടേതാണ് എന്ന് വിചാരിക്കുന്ന പലതും നമ്മുടേതല്ല എന്നുള്ളതുകൊണ്ടാണ് കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല പിരിയുന്ന നേരത്ത്, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന് നാം വൃഥ എന്ന് പൂന്താനം ചോദിച്ചത്. ആരും ഒന്നും കൊണ്ടുവരുന്നില്ല, ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ നമ്മൾ ഇവിടെ കഴിയുന്ന സമയത്ത് നമ്മളെങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ചത്തുപോകും നേരം വസ്ത്രം അതുപോലും ഒത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും എന്നും പൂന്താനം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹത്തിനൊരു കുറവില്ല. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും എന്ന് നമ്മൾ ആഗ്രഹം ഇങ്ങനെ കൂടിക്കൂടി 1000 ആശ്ചര്യമെന്ന് 1,00,000 കിട്ടിയാൽ കോടി കിട്ടിയാൽ നല്ലതെന്ന് നമ്മളതിനെ ചിന്തിക്കും. അപ്പം അങ്ങനെ ആഗ്രഹത്തിന് അതിരുകളില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ അതിന് പരിഹാരം ഉണ്ടാകുന്നുമില്ല എന്നത്, അത് അഗ്നിയിൽ നെയ്യൊഴിക്കുന്നത് പോലെ ആളി കത്തി നമ്മുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വരുന്നതേ ഉള്ളൂ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖം കിട്ടണം എന്നാണ്. സുഖത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. ചുരുക്കത്തിൽ സുഖം എന്നത് നിത്യനിരതിശയമായ സുഖമാണ്. അപ്പം നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ നിന്ന് കിട്ടുന്ന തൃപ്തിയാണ്, ആനന്ദമാണ് നമ്മുടെ ഏറ്റവും വലിയ സുഖമായി വരുന്നത്. അതുകൊണ്ട് അതിനെ കർമാനന്ദം എന്ന് പറയും. അപ്പം നമ്മൾ ഈ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഭാഗമായി ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ആനന്ദമുണ്ട്. അതാണ് കർമാനന്ദം എന്ന് പറയുന്നത്. ഗീതയും അതാണ് പറയുന്നത്.
ആ കർമാനന്ദം എന്നത് മുഖ്യമായ ഒരു ആദർശമായി രൂപപ്പെടുത്തപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതാണ് ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ തെളിയിച്ചത് എന്ന് കരുതുകയാണ്. ആ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. നമ്മുടേത് ഇപ്പോൾ ഒരു കുടുംബ സദസ്സായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ എൻ്റെ ആരോ ഒരാൾ ഈ സംഘടനയിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ളവരൊന്ന് കൈയുയർത്തി. എൻ്റെ ആരോ ആളുകൾ ഇതിലുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അത് കുടുംബാംഗമായാണ് വന്നിരിക്കുന്നതെന്ന് എത്ര പേര് എന്നാണ് പറയും. ഒന്ന് എത്ര പേരുണ്ട് നോക്കാം. അല്ല, എല്ലാവരും കുടുംബമാണ്. അത് വേറൊരു സങ്കല്പമാണ്. പക്ഷേ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ കുടുംബത്തിൻ്റെ ഭാഗമാകാൻ വന്നു എന്നുള്ളതാണ്. എല്ലാവരും കുടുംബമാണ്. കുടുംബം എന്നത് നമ്മൾ ഈ പ്രപഞ്ചം മുഴുവനും കുടുംബമാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ കാഴ്ച. വസുധൈവ കുടുംബകം എന്നത് നമ്മുടെ ഒരു ദർശനമാണ്. വസുധ, ഭൂമി, ഈ പ്രപഞ്ചമാകെ എൻ്റെ കുടുംബമാണ് എന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ആദർശമായി നമ്മൾ ഈ കുടുംബസങ്കല്പം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ കുടുംബം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായും നമ്മുടെ ആദരണീയനായ നിയുക്ത MLA ശ്രീ ഗോപകുമാർജി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അന്ന് 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം നമ്മളാകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഒന്നും ഉണ്ടാവില്ലേ എന്നൊക്കെ അങ്ങനെ ഏറ്റവും അവസാനം അങ്ങനെ വലിയ തരംഗമാലകൾ കേരളത്തിലാകെ അലയടിക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ അതുവരെ കേൾക്കാത്ത ഒരു പേരും അതുവരെ കേൾക്കാത്ത ഒരു സ്ഥലവും ലോകത്തെമ്പാടുമുള്ള ദേശാഭിമാനികളെ ത്രസിപ്പിച്ച ഒരു നിമിഷമായിരുന്നു അത്. അങ്ങനെയാണ് ചാത്തന്നൂർ എന്ന നിയോജകമണ്ഡലവും ഗോപകുമാർ സാർ എന്ന പേരും നമ്മുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നായി മാറിയത്. അപ്പോൾ ഏതായാലും അതിന് നടുനായകത്വം വഹിച്ച നമ്മുടെ ആദരണീയനായ ശ്രീ ഗോപകുമാർ സാർ, അദ്ദേഹം അത് ഒറ്റ നിമിഷം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് വേളയിലോ നേടിയെടുത്തൊരു വിജയമല്ല എന്നും ദശകങ്ങൾ നീണ്ടുനിന്ന സബരിയുടെയും തപസ്യയുടെയും നമ്മുടെ മഹാപ്രസ്ഥാനത്തിൻ്റെ നിരന്തര സാധനയുടെയും അവിശ്രമ പ്രവർത്തനത്തിൻ്റെയും പരിണതഫലമായാണ് അത്തരമൊരു പരിവർത്തനം അവിടെ ഉണ്ടാക്കിയത്. അതിന് മുന്നിൽ നിന്ന് നയിച്ച അദ്ദേഹം നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളൊരു കുടുംബം എന്നുള്ള നിലക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു ദർശനം തന്നെ ഈ കുടുംബം എന്നുള്ളതാണ്. നമ്മുടെ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന സംഘടന, അതിൻ്റെ ഒരു സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞ ഒരു ഭരണഘടന അനുസരിച്ചല്ല, ഏതെങ്കിലും ഒരു എഴുതപ്പെട്ട നിയമം അനുസരിച്ചല്ല അത് മുന്നോട്ട് പോകും. നമ്മളൊരു വീടും അങ്ങനെയല്ല. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഒരു കുടുംബനാഥൻ, അതിലെ വീട്ടിലെ അംഗങ്ങൾ, ആ കുടുംബനാഥനെ നമ്മൾ അനുസരിക്കുന്നത് ഒരു ഭരണഘടന വെച്ചല്ല. അംഗീകരിക്കുന്നതും ആദരിക്കുന്നതും ഉൾക്കൊള്ളുന്നതും ആ കുടുംബനാഥനെ ബഹുമാനിക്കുന്നതും ഒക്കെ എഴുതി വെച്ച നിയമം അനുസരിച്ചല്ല. പക്ഷെ ഏറ്റവും കരുത്തുറ്റ, ഏറ്റവും ദൃഢമായ ബന്ധം എന്ന് പറഞ്ഞാൽ ഇത്തരം അലിഖിതമായ ബന്ധങ്ങളാണ് ഏറ്റവും ദൃഢമായ ബന്ധങ്ങളായി മാറുന്നത്. നമ്മളിപ്പോൾ സരസംഘയാലയം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബനാഥനാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബനാഥനായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കാണും. അതുപോലെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛൻ അല്ലെ മുത്തശ്ശൻ അല്ലെ മുത്തശ്ശി, അമ്മ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ബന്ധമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഏകചാലകാനുവർത്തിത്വം എന്നൊരു വാക്കതിനുണ്ട്. പക്ഷെ അതൊരു ഏകാധിപത്യത്തിൻ്റെ ഭാഷയല്ല. നേരെ മറിച്ച് എല്ലാവരും ഉൾക്കൊള്ളുന്ന, എല്ലാവരും ആദരിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു
ബന്ധമാണ് കുടുംബ ബന്ധം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് മുന്നോട്ട് പോയൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അത് പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുക, പരസ്പരം സഹകരിക്കുക, പരസ്പരം ഉൾക്കൊള്ളുക എന്ന ഒരു കാഴ്ചപ്പാട് വെച്ചാണ് ഒരു സംഘടന മുന്നോട്ട് പോവുക. ഈ കുടുംബ കാഴ്ചപ്പാട് അതിനാണ് പറയുന്നത്. ആദി കുടുംബം എന്ന് പറയുന്നത്, ആദ്യത്തെ കുടുംബം എന്ന് പറയുന്ന ആദി കുടുംബമാണ്. നമ്മുടെ ശാസ്ത്രപ്രകാരം ആദി കുടുംബം എന്ന് പറയുന്നത് മഹാദേവ കുടുംബമാണ്, ശിവകുടുംബമാണ്. അതിൽ കുടുംബത്തിൽ ശിവനും പാർവതിയും ഉണ്ട്. അവരുടെ 2 മക്കൾ ഗണപതിയും സുബ്രഹ്മണ്യനുണ്ട്. പിള്ളേർ വലുതായപ്പോൾ അച്ഛൻ അവർക്കൊരു വണ്ടി മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഗണപതിക്ക് ഒരു എലിയാണ് വണ്ടിയായി വാങ്ങിച്ചു കൊടുത്തത്, സുബ്രഹ്മണ്യൻ ഒരു മയിലാണ്. ശിവൻ സ്വയം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ വണ്ടിയായിട്ടൊരു കാളയെയാണ് തിരഞ്ഞെടുത്തത്. ദേവിക്ക് സിംഹമാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ശിവൻ എവിടെയെങ്കിലും പുറത്ത് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കഴുത്തിലും സർപ്പമുണ്ട്, കയ്യിലും സർപ്പമുണ്ട്, അദ്ദേഹം പന്നക വിഭൂഷണനാണ് എന്നൊക്കെ പറയും. നോക്കൂ, ആ കുടുംബത്തിന്റെ ഒരു സവിശേഷത. അവരെവിടെയെങ്കിലും ഒരു ടൂറൊക്കെ പോയാൽ, ഒരു ഫാമിലി ടൂറൊക്കെ പോയി തിരിച്ച് കൈലാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശിവൻ അദ്ദേഹത്തിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ അവിടെ അഴിച്ചു വെച്ച്, പാമ്പിനൊക്കെ അഴിച്ചു വെച്ച്, വണ്ടിയൊക്കെ എല്ലാവരും അവിടെ പാർക്ക് ചെയ്ത് കൈലാസത്തിൽ കയറി പിറ്റേന്ന് രാവിലെ തിരിച്ചു വരുമ്പോൾ ഇതിൽ പലതും ബാക്കിയുണ്ടാവില്ല. കാരണം ഇത് എല്ലാം പരസ്പരം കൊല്ലുകയും തിന്നുകയും ചെയ്യുന്ന ജീവികളാണ്. എലിയത്ത് നിന്ന പാമ്പ്, പാമ്പിനത്ത് നിന്ന മയില്, കാളയത്ത് നിന്ന സിംഹം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളത്. പക്ഷെ ഇതിനെ തൻ്റെ കുടുംബത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആദി കുടുംബത്തിന്റെ അധിനായകനായ സാക്ഷാൽ പരമശിവൻ പറയുന്നത്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്താൽ, സഹകരിച്ചാൽ, പരസ്പരം കൊല്ലുകയും തിന്നുകയും ചെയ്യുന്നതാണെങ്കിലും നമുക്കൊരു കുടുംബമായ ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാം എന്നതാണ് കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനമെന്നാണ് സാക്ഷാൽ പരമശിവൻ നമ്മോട് പറയുന്നത്. അപ്പൊ ഇതാണ് കുടുംബ സങ്കല്പത്തിന്റെ ദർശനം. വിട്ടുവീഴ്ച ചെയ്യുകയും സഹകരിക്കുകയും ചെയ്യുക, എങ്കിൽ ഒരുമിച്ച് പോകാം എന്നുള്ളതാണ്. അതൊരു കുടുംബമാണെങ്കിലും സംഘടനയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ വളരെ പ്രധാനമാണ്, അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മൂല്യങ്ങൾ നിലനിർത്തേണ്ടതുണ്ട് എന്ന്. അത് വ്യക്തി എന്നുള്ള ആൾക്കും കുടുംബം എന്നുള്ള ആൾക്കും സംഘടന എന്നുള്ള ആൾക്കും വളരെ പ്രധാനമാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത് നമ്മുടെ ഉദ്ദേശവുമല്ല. പക്ഷെ എന്നാലും ഒരു തരത്തിലും നമ്മൾ ആഗ്രഹിക്കാത്ത, കാണരുതെന്നും കേൾക്കരുതെന്നും ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാമൂഹിക ജീവിതത്തിലുണ്ട്. കേരളത്തിൽ അത് വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ അതൊരു സാക്ഷര സമൂഹമാണ് എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ളത് കേരളത്തിലാണെന്നൊക്കെ നമ്മൾ നേരത്തെ അഭിമാനിച്ചിരുന്നു. പക്ഷെ സാക്ഷരൻ എന്ന ഒരു പദം അത് കൂടിയാൽ, സാക്ഷരത കൂടിയാലും അപകടമാണ് എന്നതുപോലെ തോന്നിപ്പോത്ത കാര്യങ്ങൾ. സാക്ഷരോ വിപരീതത്വ രാക്ഷസോ ഭൗതി ധ്രുവം എന്നൊരു ചൊല്ല് തന്നെയാണ്. സാക്ഷര എന്ന വാക്ക് തലതിരിച്ച് വായിച്ചാൽ രാക്ഷസ എന്നാണ് കിട്ടുക. അപ്പോൾ സാക്ഷരൻ തലതിരിഞ്ഞാൽ രാക്ഷസാവും എന്നുകൂടി അർത്ഥമുണ്ട്. അപ്പോ നമ്മൾ കേരളം അങ്ങനെ രാക്ഷസീയതയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകാതിരിക്കാൻ നമ്മൾ ഈ മൂല്യങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുറത്തുനിന്ന് അത് കിട്ടും എന്ന്, വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടും, സമൂഹത്തിൽ നിന്ന് കിട്ടും എന്ന് വിചാരിച്ചുകൂടാ. അത് കൂടുതൽ മലിനമാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ മൂല്യങ്ങൾ വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. MLA നമ്മുടെ ഗോകുമാർ സാറിന് തിരക്കെന്തായാലും ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. രാമായണം എന്ന് പറയുന്നത് അത് ഒരു മൂന്ന് കുടുംബങ്ങളുടെ കഥയാണ് രാമായണം പറയുന്നത്. പ്രധാനമായി ഒരുപാട് കുടുംബങ്ങളുടെ കഥ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു 3 കുടുംബങ്ങളുടെ കഥയാണ് മെയിനായിട്ട് രാമായണത്തിലുള്ളത്. അതിലൊന്ന് ദശരഥന്റെ കുടുംബമാണ്, മറ്റൊന്ന് രാവണന്റെ കുടുംബമാണ്, ലങ്കയിലാണ്, ഒന്ന് അയോധ്യയിലാണ്, മൂന്നാമത്തത് ബാലിയുടെ കുടുംബമാണ്, കിഷ്കിന്ധയിലാണ്. 3 പ്രദേശങ്ങളിലാണ് ഈ 3 കുടുംബങ്ങൾ നിലകൊള്ളുന്നത്. ഒന്ന് ലങ്കയിലാണ്, ഒന്ന് അയോധ്യയിലാണ്, ഒന്ന് കാട്ടിലാണ്, കിഷ്കിന്ധയിലാണ്. അപ്പോ അതിൽ ഈ 3 കുടുംബങ്ങളിൽ അതിൽ രാവണന്റെ കുടുംബത്തിൽ നോക്കിയാൽ രാവണൻ
രാവണൻ കല്യാണം കഴിച്ചാണ് അദ്ദേഹത്തിന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. വീട്ടിൽ ആ ഭാര്യ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സുന്ദരികളായ സ്ത്രീകളൊക്കെ കാണുമ്പോൾ അവരെ ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ചിന്തയുണ്ട്. തനിക്ക് ഉണ്ടായിട്ടും അർഹതയില്ലാത്തത് മോഹിക്കുക എന്നുള്ളതിനെയാണ് രാക്ഷസീയത എന്ന് പറയുന്നത്. അല്ലാണ്ട് 10 തല 20 തലയും വേണ്ട. രാക്ഷസീയത എന്ന് പറയുന്നത് അർഹിക്കാത്തത് മോഹിക്കലും കിട്ടിയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുവരലുമാണ് രാക്ഷസീയത. അപ്പൊ അത് രാവണൻ എന്ന് പറയുന്നത് അത്തരം ഒരു ദുഷ്ടതയുടെ ആസുരികതയുടെ പ്രതിരൂപമായതുകൊണ്ടാണ്. അപ്പൊ അതാണ് ആ കുടുംബത്തിന്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ്. അതാണ് രാവണന്റെ കുടുംബം. ഇനി ബാലിയുടെ കുടുംബം എന്ന് പറഞ്ഞാൽ അവര് കുരങ്ങന്മാരാണ്, ചപല സ്വഭാവികളാണ്, നമുക്കറിയാം. ബാലിയുടെ ഭാര്യയായിരുന്നു താര. കഥയിലേക്കും ഞാൻ പോകുന്നില്ല. ആ താര പിന്നീട് സുഗ്രീവന്റെ ഭാര്യയായിട്ടുണ്ട്. ഏട്ടന്റെ ഭാര്യ അനിയന്റെ ഭാര്യയാവുകയും പിന്നീട് അനിയന്റെ അതേ ഭാര്യ പിന്നെ ഏട്ടന്റെ ഭാര്യയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വാനരന്മാരെന്തറിഞ്ഞു വിഭോ എന്ന് രാമായണത്തിൽ പറയുന്നുണ്ട്. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഏട്ടന്റെ ഭാര്യയാവാം അനിയന്റെ ഭാര്യയാവാം, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മറ്റൊരു സന്ദർഭവും കൂടി നോക്കാം. സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമനും ലക്ഷ്മണനും കൂടി ഇങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് വാനരന്മാരെ കണ്ടപ്പോൾ നിങ്ങളെന്താ ഇങ്ങനെ സങ്കടപ്പെട്ടു പോകുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ കാട്ടിലെ വനവാസത്തിന് വന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരോ കട്ടുകൊണ്ടുപോയി, കുറച്ച് ദിവസം നോക്കുമ്പോഴാണ് അവരെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ വാനരന്മാരിൽ ഒരാൾ പറഞ്ഞു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഞങ്ങളൊരു ദിവസം ഇവിടെ നോക്കുമ്പോൾ ആകാശത്ത് ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ട് ഞങ്ങളിങ്ങ് നോക്കുമ്പോൾ ആകാശത്തു കൂടി ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്നൊരു പൊതിക്കെട്ട് താഴെ വീണു. അവരിട്ടതാണെന്നാണ് തോന്നുന്നത്. ആ പൊതിക്കെട്ട് ഞങ്ങൾ എടുത്ത് ഗുഹയിൽ കൊണ്ടുവച്ചിട്ടുണ്ടോ, അത് ആഭരണങ്ങളായിരുന്നു, ഞങ്ങൾക്ക് ആഭരണം ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രാമൻ പറഞ്ഞു, എന്നാൽ പിന്നെ അത് എടുത്തുകൊണ്ടാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. കുരങ്ങന്മാർ അത് ഓടി എടുത്തുകൊണ്ടുവന്നു. ലക്ഷ്മണനോടത് നോക്കാൻ പറഞ്ഞു. ലക്ഷ്മണൻ നോക്കിയപ്പോൾ രാമൻ ചോദിച്ചു, ആരുടേതാണ് ആഭരണമെന്ന് മനസ്സിലായെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞത്, ഇതിലെ തോൾവള ആരുടേതാണെന്ന് എനിക്ക് മനസ്സിലായി, ഇതിലെ കുണ്ഡലം ആരുടേതാണെന്നും കർണാഭരണം ആരുടേതാണെന്നും മെയ്യാഭരണം ആരുടേതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായില്ല, ഇതൊന്നും മനസ്സിലായില്ല. പക്ഷേ ഇതിലെ പാദസരം ആരുടേതാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞാണ്, അത് എൻ്റെ സീതാദേവിയുടേതാണ്. കാരണം എല്ലാ ദിവസവും കാല് തൊട്ട് നമസ്കരിക്കുമ്പോൾ ഞാൻ ഈ പാദസരം കണ്ടിട്ടുണ്ട്. ജ്യേഷ്ഠ ഭാര്യയായതുകൊണ്ട് ഞാൻ സീതാദേവിയുടെ മുഖത്തൊന്നും ഇതുവരെ നോക്കാത്തതുകൊണ്ട് മറ്റാഭരണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അതാരുടേതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്നാൽ ലക്ഷ്മണൻ പറയുന്നു, നാഹം ജാനാമി ഗയൂര നാഹം ജാനാമി കുണ്ടല നൂപുരത്തേവി ജാനാമി നിത്യം പാദാഭിവന്ദന എന്നാണ്. അപ്പൊ അതുകൊണ്ട് നൂപുരം പാദസരമാണ് എനിക്ക് മനസ്സിലായത് എന്ന് പറയുകയാണ്. ഒരു വലിയ മൂല്യസങ്കല്പം, കുടുംബ ബന്ധത്തിൻ്റെ ഇഴകളെ കൂട്ടിച്ചേർക്കുന്ന, ബന്ധങ്ങളെ ദൃഢമാക്കുന്ന വലിയൊരു മൂല്യസങ്കല്പം അവിടെയുണ്ട്. ആ ഒരു മൂല്യസങ്കല്പം കുടുംബങ്ങളിൽ നിന്ന് സമൂഹത്തിൽ പടരുന്ന സമയത്താണ്, പകർത്തുന്ന സമയത്താണ് നമ്മളൊരു ആദർശ സാമൂഹ്യ വ്യവസ്ഥ രൂപപ്പെടുന്നത്. വൈയക്തികമായും സാമൂഹ്യമായും നമ്മൾ പുലർത്തേണ്ടുന്ന ചാരിത്ര്യവും, വ്യക്തിചാരിത്രവും സാമൂഹ്യ ചരിത്രവും ചാരിത്രവും നിഷ്ഠയുമെല്ലാം അതിൽ അന്തർലീനമാണ്. അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട്, ഒരു കുടുംബസങ്കല്പം എന്നുള്ളതൊക്കെ വളർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുടുംബം എന്നുള്ളതാണ് ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാട്ടിലേക്ക് തിരമാലകളെപ്പോലെ ഇരമ്പിയാർത്തി വന്ന വൈദേശിക ശക്തികൾ നമ്മുടെ എല്ലാം തകർത്തപ്പോഴും നമ്മുടെ സംസ്കൃതി അതിനെ തകർക്കാൻ സാധിക്കാത്തത് ഇന്നും ചരിത്രത്തിൻ്റെയും കാലത്തിൻ്റെയും കുഞ്ഞിക്കണ്ണ് തുറക്കുന്ന സന്ദർഭത്തിൽ സമാരംഭിച്ച നമ്മുടെ ധർമ്മം സനാതന ധർമ്മമായി, നാശമില്ലാത്ത ധർമ്മമായി ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം കുടുംബങ്ങളിൽ നമ്മൾ അത് തലമുറയായി നിലനിർത്തി കൈമാറി വന്നതുകൊണ്ടാണ് എന്നതുകൊണ്ട് അത് നശിക്കാൻ ഇടവരാതെ നിലനിർത്താൻ നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഒരു ഉത്തരവാദിത്വം ഒരു സംഘടന എന്നുള്ളവർക്കും വ്യക്തികൾ എന്നുള്ളവർക്കും നമുക്ക് സാധ്യതപ്രായമാകട്ടെ. നമ്മുടെ രാഷ്ട്രം വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളായിട്ട് വരുത്തി വെച്ചതല്ല ആ പ്രതിസന്ധി എന്നും നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ വിദേശത്താണുള്ളത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞ ചില നിർദ്ദേശങ്ങളുണ്ട്, ആജ്ഞയല്ല, നേരെ മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെപ്പോലുള്ള ഒരാളുകൾ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ നമ്മളൊരു ആജ്ഞയായി സ്വീകരിക്കേണ്ടതാണ്. അദ്ദേഹം ചില ചുരുക്കലുകളെക്കുറിച്ച്, ചെലവ് ചുരുക്കലുകളെ കുറിച്ചൊക്കെ നമ്മളോട് പറയുകയുണ്ടായി. ഇന്ധനം ലാഭിക്കാൻ വേണ്ടി
നമ്മളെ വിദേശ നാണയത്തിൻ്റെ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുണ്ടായി. ഒരു കുടുംബനാഥൻ്റെ സ്നേഹവായ്പോടുകൂടി കരുതലോടുകൂടി അദ്ദേഹം അത് പറയുകയും സ്വയം അത് അദ്ദേഹം അനുഷ്ഠിക്കുകയും ചെയ്തു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ റെയിൽവേ എന്നത് ആളുകളോടെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ നാട്ടിൻ്റെ മാറ്റം, വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം, നമ്മുടെ സാമ്പത്തികമായ ഉയർച്ചയുടെ, വളർച്ചയുടെ, നമ്മുടെ നാട്ടിൽ വരുന്ന പരിവർത്തനത്തിൻ്റെ, വികസനത്തിൻ്റെ മാറ്റം പ്രത്യക്ഷത്തിൽ പ്രകടമാകുന്ന ഒരു മേഖല റെയിൽവേ ആണ് എന്ന് പറയുണ്ടായി. ഇവിടെ ഇരിക്കുന്നവർ പലരും ഒരു 25 കൊല്ലം മുമ്പുള്ള റെയിൽവേ എന്തായിരുന്നു, 20 കൊല്ലം മുമ്പുള്ള റെയിൽവേ എന്താണ്, 15 കൊല്ലം മുമ്പുള്ള റെയിൽവേ എന്താണ്, 10 കൊല്ലം മുമ്പുള്ള റെയിൽവേ എന്താണ്, 5 കൊല്ലം മുമ്പുള്ള റെയിൽവേ എന്താണ്, 1 കൊല്ലം മുമ്പുള്ള റെയിൽവേ എന്താണ്, 6 മാസം മുമ്പുള്ള റെയിൽവേ എന്താണ്, ഇന്നലത്തെ റെയിൽവേ എന്താണ്, ഇന്ന് രാവിലത്തെ റെയിൽവേ എന്താണ്, ഇപ്പൊ ഈ സമയത്തുള്ള റെയിൽവേ എന്താണെന്ന് പറയുമ്പോൾ വെച്ചടി വെച്ചാണ്, കണ്ണാലെ കണ്ടാണ് ഈ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ഭുതകരമായ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ആ മാറ്റമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്, എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ആ മാറ്റത്തെ തകർക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം കൂടി ഗംഭീരമായി നടക്കുന്നുണ്ട് എന്ന ജാഗ്രതയും കൂടി നമ്മൾക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ചുമതല, നമ്മളൊരു സംഘടന എന്നുള്ള നിലക്ക് നേരത്തെ ഇവിടെ വന്ന് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ച കൂട്ടരുടെ ഇടയിലാണ് ഈ പ്രസ്ഥാനം മെല്ലെ മുന്നോട്ട് നീങ്ങും. നമ്മൾ ശാഖയിൽ കളിക്കുന്ന ഒരു കളിയും, ഒരു വൃത്തം വരച്ചിട്ട് അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരുടെ ചുമതല അയാളെ തള്ളി പുറത്താക്കിയിട്ട് അവിടെ കയറിയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അയാളെ തള്ളുമ്പോഴത്തേക്ക് വേറൊരാൾ കയറി നിൽക്കും. അങ്ങനെ ഒരു വലിയ മത്സരമുള്ള മേഖലയാണ് ഈ സംഘടനകളുടെ മേഖല എന്ന് പറയും. നേരത്തെ ആധിപത്യം സ്ഥാപിച്ച ആളുകളെ അവരെ പുറത്താക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. പക്ഷെ എന്നിട്ടും നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ദേശീയമായ പരിവർത്തനം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടുകൂടി ഈ മേഖലയിൽ ഒരു സംഘടന സ്ഥാപിക്കാൻ വേണ്ടി ഒരുപക്ഷെ പലതും നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിട്ടും ഉള്ളിൽ കത്തുന്ന ധ്യേയബോധത്തിന്റെയും ആദർശത്തിന്റെയും സ്ഥൈര്യത്തിന്റെയും അഗ്നിനാമ്പുകൾ നൽകുന്ന പ്രേരണയോടുകൂടി ഈ മേഖലയിൽ ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കാൻ വേണ്ടി അതിന് സമർപ്പണത്തോടുകൂടി വൈഭവപൂർണമായ നമ്മുടെ ഈ രാഷ്ട്ര വ്യവസ്ഥ അതിനെ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഭാഗഭാഗിത്വം വഹിക്കാൻ തിരക്കുകൾക്കിടയിൽ ഈ സംഘടനയുടെ പ്രവർത്തനം നടത്താൻ സന്നദ്ധരായ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇതിൽ വൈഭവം എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ്. വൈഭവം എന്നുള്ളത് അതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം. പരമവൈഭവം എന്നുള്ളതാണ്. പരമവൈഭവം എന്ന് പറയുന്നത് ഒരു പഞ്ചാക്ഷരി മന്ത്രമാണ്. പരമവൈഭവം 5 അക്ഷരമുള്ളത്. പക്ഷെ അതിൽ നമ്മൾ നേടേണ്ടതെല്ലാം അതിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. നമ്മുടെ പ്രതീക്ഷകളെല്ലാം അതിൽ സമൂഹനമായി സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. പരമവൈഭവം എന്ന് പറയുന്നത് ചെറിയൊരു വാക്കാണ്. നമ്മൾ ആ ലക്ഷ്യം, പണ്ട് ഒരു വൃദ്ധയുണ്ടായിരുന്നു, അവർ ഒരു അന്ധയായിരുന്നു. അങ്ങനെ വൃദ്ധയായ അന്ധയായ അവർ അവിവാഹിതയായിരുന്നു, മക്കളില്ല, ദരിദ്രയായിരുന്നു. അങ്ങനെ അവർ വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ചങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് നിൽക്കുന്നതിന് പകരം നിങ്ങൾക്കൊന്നൊരു തപസ്സി ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വേണ്ടുന്നാലും കിട്ടൂലേ എന്ന് പഴയ കാലമായതുകൊണ്ട് അങ്ങ് പറഞ്ഞു. അപ്പോൾ അവർ കഠിനമായി തപസ് ചെയ്തു. ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്ത് വരാൻ വേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണുന്നില്ല, കണ്ണ് കാണണം, എനിക്ക് കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിക്കണം, എനിക്ക് മക്കളില്ല, മക്കൾ വേണം, കുറച്ച് സമ്പത്ത് വേണം, എനിക്ക് കുറേ കാലം കൂടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഒരു തപസ്സിൽ ഒരു വരയെ സാങ്ഷാക്കാൻ പറ്റൂ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു വരം ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഏത് ചോദിക്കണം? കണ്ണ് കാണും. ഞാൻ കണ്ണ് കാണും. പക്ഷെ അങ്ങനെ ഓരോ ചോദിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ആലോചിച്ച് അവസാനം അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദൈവം എനിക്ക് ഒറ്റ വരെ കൊണ്ടു, എൻ്റെ പേരക്കിടാങ്ങൾ സ്വർണ്ണപാത്രത്തിൽ പാൽപ്പായസം കുടിക്കുന്നത് എനിക്ക് കാണണം, എനിക്ക് അത്രയേ വേണ്ടൂ എന്ന് പറഞ്ഞതാണ്. ദൈവത്തിൻ്റെ കണ്ണെഴുതി പോയി എന്ന് പറയുന്നത്. കാരണം പേരക്കിടാങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ കല്യാണമായി, മക്കളായി, മക്കളായി, ദീർഘായുസായി. പേരക്കിടാങ്ങൾ സ്വർണ്ണപാത്രത്തിൽ എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധി ഉണ്ടെങ്കിലല്ലേ സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിക്കും. സ്വർണ്ണപാത്രത്തിൽ പാൽപ്പായസം കുടിക്കുക എന്ന സന്തോഷമാണ്. പാൽപ്പായസം കുടിക്കുന്ന എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെ കാഴ്ചയും കൂടി കൂട്ടി. അങ്ങനെ അവർ തനിക്ക് വേണ്ടുന്ന എല്ലാം ഒരൊറ്റ വരത്തിൽ നേടിയെടുത്തതിനെയാണ് വൃദ്ധകുമാരി വരന്യായം എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ പറയുന്നത്. സംസ്കൃതത്തിൽ ഒരു സൂത്രമാണ് വൃദ്ധകുമാരി വരന്യായം എന്ന് പറയും. ആ വൃദ്ധകുമാരി വരന്യായന
നമ്മൾ ഈ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് വേണ്ടി, പരംവൈഭവത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, സ്വപ്നം കാണുന്നു, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ പ്രവർത്തനത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ ലോക്കോ പൈലറ്റുമാരുടെ ഈ രാഷ്ട്രഗാത്രത്തിന്റെ ജീവനാഡിയായ റെയിൽവേയെ വികസനത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനവും അതിന് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.